കഥ ഭർത്താവ് ഭാഗം 17. ആദ്യം വീട്ടിനുള്ളിൽ വെച്ച് ശ്രീലേഖയ്ക്ക് വല്ലാത്തൊരു അപരിചിതത്വം തോന്നിയെങ്കിലും അത് അല്പം നേരം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. തങ്കമണിയുടെ അവളോടുള്ള പെരുമാറ്റം അവളെ ആ വീട്ടിലുള്ള എല്ലാവരെയും നേരിട്ട് അടുപ്പിക്കും വിധം ആയിരുന്നു. വീട്ടിലേക്ക് കയറിയതോടെ ശ്യാം ആരോട് സംസാരിച്ചും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടെങ്കിലും പിന്നീട് അവൻ്റെ ശബ്ദമോ സാമീപ്യമോ ഒന്നും അവൾക്ക് അവിടെ അറിയാൻ കഴിഞ്ഞില്ല. ശ്രീലേഖ വസ്ത്രമൊക്കെ മാറി വന്നപ്പോൾ രേവതി അവളെ ആ വീട്ടിനുള്ളിലെല്ലാം കൊണ്ടു നടന്നു കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതിഥികളെയെല്ലാം അവൾ ശ്രീലേഖയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ശ്യാമിൻ്റെ അനുജൻ വിനുവിൻ്റെ റൂമിൻ്റെ വാതിൽ അവൾ തള്ളി തുറന്നപ്പോൾ വിനു ചാടി എണീറ്റ് വന്ന് രേവതി ഉള്ളിലേക്ക് കയറാതെ വാതിൽ തടഞ്ഞു നിന്നു. നിനക്കെന്താടി ഇവിടെ കാര്യം? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? അവൻ അവളോട് ദേഷ്യപ്പെട്ടു. വിനുവിൻ്റെ റൂമിൽ അവനെ കൂടാതെ 3-4 കൂട്ടുകാർ വേറെയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടാൻ വന്നതല്ലേ വിനുവേട്ടനെ. ഒന്ന് പോയ വിനുവേട്ട. ദേ വിനുവേട്ടൻ്റെ ഏട്ടത്തിക്ക് ഇവിടേക്കൊന്ന് കാണിച്ചു പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നത് ഞാൻ. അവൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ശ്രീലേഖയെ ചൂണ്ടിക്കാട്ടി. അപ്പോഴാണ് അവൻ ശ്രീലേഖ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഏട്ടത്തിയായിരുന്നോ? ഞാൻ കരുതി ഇവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമുള്ള ആ അസുഖമായിരിക്കുമെന്ന്. ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്ത് ഇടിച്ചു കയറി വരും ഇവൾ. ഏട്ടത്തി, ഞാൻ അങ്ങോട്ട് വന്നേക്കാവേ. ഇവിടെ എൻ്റെ 1-2 കൂട്ടുകാരുണ്ട്. അവർ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നതിൻ്റെ ചർച്ചയിലാണ്. മനസ്സിലായി വിനുവേട്ടാ. രേവതി എന്തോ പിടികിട്ടിയ മട്ടിൽ തലയാട്ടി. നല്ലൊരു ദിവസമായിട്ട് നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടുവേ രവേ. ഞാൻ പറയുന്നുണ്ട് അച്ഛനോട്. നോക്കിക്കോ, വല്യമ്മ ഇപ്പോൾ ഇവിടെ വന്ന് എല്ലാത്തിനെയും കയ്യോടെ പോക്കും. കാണണോ വിനുവേട്ടന്? രേവതി അകത്തുള്ള ആളുടെ എണ്ണമെടുത്തും കൊണ്ട് പറഞ്ഞു. അയ്യോ പൊന്നോടി, ചതിക്കല്ലേ. അവൻ അവളെ നോക്കി കൈക്കൂപ്പി. അങ്ങനെ വയ്ക്കുവാ. വാ ലേഖേച്ചി, നമുക്ക് പോയേക്കാം. രേവതി അവിടെ നിന്നും ശ്രീലേഖയെ കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോന്നു. എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ വിനുവേട്ടൻ്റെ കൂട്ടുകാർ വരുമ്പോൾ സ്ഥിരമുള്ള ഈ മുറിയടച്ചിരുന്നുള്ള ഡിസ്കഷൻ. എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ബിയറോ മറ്റോ അടിക്കുക. വല്യമ്മയ്ക്കും ശ്യാമേട്ടനുമൊക്കെ അറിയാമെങ്കിലും അവർ കണ്ണടച്ചു കളയും. വിനു മദ്യപിക്കുമോ? ശ്രീലേഖ തിരക്കി. ബിയറല്ലേ ലേഖേച്ചി? അത് മദ്യമൊന്നുമല്ല. നമ്മൾ കൊക്കക്കോളയും പെപ്സിയും ഒക്കെ കുടിക്കില്ലേ, അതേപോലെ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ശ്യാമേട്ടനും ഒരു ബിയറൊക്കെ കുടിക്കാറുണ്ടല്ലോ. ശ്യാമേട്ടൻ മാത്രമല്ല, എൻ്റെ വീട്ടിൽ അച്ഛൻ കുടിക്കുമല്ലോ ബിയർ. അതിനെ മദ്യത്തിൻ്റെ കൂട്ടത്തിലൊന്നും കൂട്ടിക്കളയല്ലേ ചേച്ചി. ശ്രീലേഖയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. രേവതി ശ്രീലേഖയെ കൂട്ടിക്കൊണ്ട് ശ്യാമിൻ്റെ റൂമിൽ ചെന്നപ്പോഴേക്കും രേവതിയുടെ അമ്മ പുഷ്പ വന്ന് അവളെ വിളിച്ചു. നമുക്കിറങ്ങാം മോളെ. ലേഖ ഇനി ഇത്തിരി നേരം വിശ്രമിക്കട്ടെ. ഫോട്ടോ എടുക്കാൻ നിന്നും വീഡിയോ എടുക്കാൻ നിന്നുമൊക്കെ അവൾ ആകെ ക്ഷീണിതയായിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. അച്ഛൻ എന്തേ പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴേ പോണോ അമ്മേ? നമുക്ക് ഞാൻ ഇത്തിരി നേരം കൂടി ലേഖേച്ചിയോട് സംസാരിച്ചിരുന്നോട്ടെ. എൻ്റെ കൊതി തീർന്നില്ല അമ്മേ. രേവതി ചിണുങ്ങി. അവൾ ഇവിടെ നിന്നോട്ടെ ആൻറ്റി, എനിക്കും ഒരു കൂട്ടാവുമല്ലോ. നാളെ അവളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടോളാം. ശ്രീലേഖ അവളുടെ രക്ഷയ്ക്കെത്തി. അതെ, മോളുടെ കൂട്ടിനെ ഇനി ഇവിടെ ആളുണ്ട്. തൽക്കാലം അവൾ ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ. പുഷ്പ പറയുന്നത് കേട്ടപ്പോൾ ശ്രീലേഖ ചൂളിപ്പോയി. ഇനി വേണമെങ്കിൽ നാളെ വരാമല്ലോ മോളെ ഇങ്ങോട്ട്. അതുമല്ലെങ്കിൽ ഇവരുടെ ആദ്യത്തെ വിരുന്ന് നമ്മുടെ വീട്ടിലല്ലേ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് ലേഖമോൾക്കൊപ്പം ഇരിക്കാലോ. ഇന്നേതായാലും നീ ഇവിടെ നിൽക്കണ്ട മോളെ. പോട്ടെ ചേച്ചി. രേവതി വന്ന് അവളുടെ കരം കവർന്നുകൊണ്ട് യാത്ര ചോദിച്ചു. രേവതി തൻ്റെ അരികിൽ നിന്ന് പോകുന്നത് മനസ്സില്ലാ മനസ്സോടെ ആണെന്ന് അവൾക്ക് തോന്നി. അവർ പോയി കഴിഞ്ഞു. ശ്രീലേഖ എണീറ്റ് മുറിക്കുള്ളിലുണ്ടായിരുന്ന ഇരുമ്പ് അലമാര മെല്ലെ തുറന്നു നോക്കി. അതിൻ്റെ ഒരു വശത്ത് കുറേ ഡ്രസ്സുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്യാംസുന്ദറിൻ്റെ ഡ്രസ്സുകളാണ് അതെന്ന് അവൾക്ക് തോന്നി. അവൾ അലമാര അതേപോലെ ചേർത്തടയ്ക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു കാൽപെരുമാറ്റം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാംസുന്ദർ അവൾക്കരികിലേക്ക് വരികയാണ്. അവൻ വന്ന് അവൾ ചേർത്തടച്ച വാതിൽ ഇരുവശത്തേക്കും തുറന്നു വെച്ചു.
ഇതെല്ലാം ലേഖയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അവൻ തൻ്റെ ഡ്രസ്സുകൾ ഇരിക്കുന്നതിൻ്റെ എതിർവശത്തേക്ക് വിരൽ ചൂണ്ടി. ഭംഗിയുള്ള കുറേ സാരികളും 2-3 ചുരിദാർ സെറ്റും അവൾ അവിടെ കണ്ടു. സാരികൾക്കുള്ള അനുബന്ധ ഡ്രസ്സുകൾ വേറൊരു ഭാഗത്ത് ഇരിപ്പുണ്ട്. എല്ലാം എടുത്തു നോക്ക്, എന്നിട്ട് ഇഷ്ടമായോ എന്ന് പറയേ. അവൻ അവളെ നോക്കി ചിരിച്ചു. ശ്രീലേഖ പക്ഷേ ഒന്ന് മന്ദഹസിച്ചും കൊണ്ട് മാറി നിന്നു. വേണ്ട ഇതൊന്നും, അതോ ലേഖയ്ക്ക് ഇഷ്ടമായില്ലെന്നോ? ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയി മാറ്റി വാങ്ങിക്കാം. അക്കാര്യത്തിൽ പേടിക്കേണ്ട, ടൗണിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരുടെ കടയിൽ നിന്ന് വാങ്ങിയതാ ഇത്. ശ്രീലേഖ അതിനും മറുപടി പറഞ്ഞില്ല. ഞാനെന്ത് ചോദിച്ചാലും ഒരു മറുപടിയും ഇല്ലാതെ നിൽക്കാതെ എന്തെങ്കിലും 2 വാക്ക് എന്നോടൊന്ന് സംസാരിക്കുന്നേ. ഞാൻ തൻ്റെ ഭർത്താവാടോ. ശ്രീലേഖ ഇത്തിരി നേരം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. തന്നോടുള്ള അളവില്ലാത്ത സ്നേഹം അവൻ്റെ കണ്ണുകളിൽ ആർത്തിരമ്പുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു, അവൾ മടിച്ച് അവനെ നോക്കി പറഞ്ഞു. എന്തേ, ഞാനീ വാങ്ങിച്ചു വെച്ച ഡ്രസ്സൊന്നും തനിക്ക് ഇഷ്ടമായില്ലേ? അതല്ല ശ്യാമേട്ടാ, വീട്ടിലിരിക്കുന്ന എൻ്റെ ഡ്രസ്സുകൾ വൈകിട്ട് ചെറിയച്ഛൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തുവിടാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അവിടെ ഇരുന്നാൽ പോരെ? അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ ഇതിട്ടാൽ മതി. ഞാൻ വാങ്ങിത്തരുന്ന വസ്ത്രം വേണ്ടേ താൻ ഉപയോഗിക്കാൻ? ഈ ചുരിദാറൊക്കെ ഇതും എനിക്കാണോ? പിന്നല്ലാതെ. ഇവിടെ വേറെ പെണ്ണുങ്ങൾ ആരിയിരിക്കുന്നു? ഇതൊക്കെയല്ലേ ഇപ്പോഴുള്ള പെണ്ണുങ്ങൾ ധരിക്കുന്നത്. ഞാൻ ഇതുവരെ അതൊന്നും ഇട്ടിട്ടേ ഇല്ല. സാരമില്ല, ഇനി ഇടാമല്ലോ. എനിക്ക് വേണ്ട ശ്യാമേട്ടാ, എനിക്ക് സാരിയാണ് ഇഷ്ടം, കോട്ടൺ സാരി. വേണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ പോരെ? എന്നെങ്കിലും തനിക്ക് അത് ഉപയോഗിക്കണമെന്ന് തോന്നിയാൽ എടുത്തിടാം. ശ്യാം അലമാരയിൽ വെച്ചിരുന്ന 500-ൻ്റെ അരക്കെട്ട് നോട്ടുകളിൽ നിന്നും പകുതിയോളം നോട്ടുകൾ എടുത്ത് പോക്കറ്റിൽ വെച്ചു. വൈകിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് നല്ല വാതിൽ വരില്ലേ? അതിനുള്ള ഫുഡിൻ്റെ ആൾക്കാർ വന്ന് നിൽക്കുന്നു. അവർക്ക് കൊടുക്കാനുള്ള പൈസ എടുക്കാൻ വന്നതാ ഞാൻ. ഇവിടെ വന്നപ്പോൾ തന്നോട് സംസാരിച്ചും കൊണ്ട് നിന്ന് പോയി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചെന്ന് അമർത്തി. പിന്നെ അവളുടെ കൈ ചുണ്ടോട് ചേർക്കാൻ തുടങ്ങിയതും ശ്രീലേഖ ഒരു ഞെട്ടലോടെ കൈ പിൻവലിച്ചു. ശ്യാംസുന്ദർ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവളെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്രീലേഖ അവൻ പോയ വഴിയിലും അവൻ പിടിച്ച തൻ്റെ കയ്യിലേക്കും മാറി മാറി നോക്കി. അവനൊന്ന് തൊട്ടപ്പോഴേക്കും താൻ കുതറി മാറേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അവൻ മുമ്പേ പറഞ്ഞതാണ് ഞാൻ നിന്റെ ഭർത്താവാണെന്ന്. താൻ പ്രതീക്ഷിക്കാത്തൊരു പ്രവൃത്തി പെട്ടെന്നുണ്ടായപ്പോൾ ഒന്ന് സ്തംഭിച്ചു പോയി. ശ്രീലേഖ അവനോട് തൻ്റെ മനസ്സിൽ നീരസം തോന്നാതിരിക്കാൻ അവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൻ തന്നെ സ്നേഹത്തോടെ നോക്കുന്നത്, കാരുണ്യത്തോടെ സംസാരിക്കുന്നത്, താൻ വരും മുമ്പേ തന്നെ തനിക്ക് വേണ്ടുന്നതായുള്ള എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ താൻ അയാളുടെ സ്വന്തമാണെന്ന അധികാരത്തിൽ തന്നെ ഒന്ന് സ്പർശിച്ചതിലോ കയ്യിൽ ഒരു ഉമ്മ നൽകാൻ ശ്രമിച്ചതിലോ എന്താണ് തെറ്റ്? അവൾ അങ്ങനെ ഓരോന്നോരോന്ന് ഓർത്തെടുത്ത് അവനെ ഇഷ്ടപ്പെടാൻ മനസ്സിനെ നിർബന്ധിച്ചും കൊണ്ടിരുന്നു. ഇനി അതേയുള്ളൂ വഴി. വൈകുന്നേരം 7 മണിയോടടുപ്പിച്ചാണ് നല്ല വാതിൽ ചടങ്ങിനായി ആൾക്കാർ എത്തിയത്. ഒരു ടെമ്പോ ട്രാവലും ഒരു കാറും. അതിൽ കൊള്ളുന്ന ആൾക്കാരായിരുന്നു അതിഥികൾ. ഗോപിനാഥൻ കാറിൽ നിന്നും സുനിതയും ചന്ദ്രികയും ഇറങ്ങിയതോടെ ശ്രീലേഖ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സുനിത അവളുടെ 2 കൈകളിലും പിടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി. എന്താടി നോക്കുന്നത്? ശ്രീലേഖ അവളുടെ നോട്ടം കണ്ട് ചോദിച്ചു. സുനിത ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ കണ്ണടച്ച് കാണിച്ചു. വെറുതെ നിന്ന് കൊഞ്ചല്ലേ പെണ്ണെ? ശ്രീലേഖ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുലച്ചു. ശ്രീലേഖയുടെ മുഖത്ത് നല്ല തെളിച്ചമാണെന്ന് കണ്ടതോടെ അവൾക്ക് ആശ്വാസമായി. ശ്യാമേട്ടനൊക്കെ എങ്ങനെ ചേച്ചി? എല്ലാവർക്കും ചേച്ചിയോട് കാര്യമാണോ? സുനിത അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. ഞാനിങ്ങോട്ട് വന്നതിലുള്ളോടി, അതിനിടയിൽ എന്ത് പറയാനാ? എന്നാലും ചേച്ചി വന്നിട്ട് ഇത്രയും നേരമായില്ലേ? കുഴപ്പമില്ലടി, എല്ലാവർക്കും എന്നോട് വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് അമ്മയ്ക്ക്.
സന്തോഷമായിരിക്കണേ ചേച്ചി, എനിക്കത് മതി. തങ്കമണിയും സുന്ദരേശനും ഇറങ്ങി വന്ന് എല്ലാവരെയും സ്വീകരിച്ചും കൊണ്ട് അകത്തേക്ക് പോയി. ശകുന്തള അപ്പച്ചിയുടെ മക്കൾ മനോഹരനും മംഗളനും ചേർന്ന് ടെമ്പോ ട്രാവലർ വെച്ചിരുന്ന പലഹാരത്തിൻ്റെ കാർട്ടൂൺ പെട്ടികൾ എടുത്തും കൊണ്ടുവന്ന് വീട്ടിനുള്ളിൽ വെച്ചു. വിനു ആഹാരം വിളമ്പാനുള്ള പന്തലിൽ നിൽക്കുകയാണ്. പൊറോട്ടയും ചിക്കൻ കറിയും നെയ്ച്ചോറും, ഇറച്ചി കഴിക്കാത്തവർക്ക് ഗ്രീൻ പീസ് കറിയുമാണ് വിഭവങ്ങൾ. കൂടെ ബേക്കറി പലഹാരങ്ങളും ഉണ്ട്. എല്ലാവരും അന്യോന്യമുള്ള പരിചയപ്പെടലും വീടും പരിസരവും ഒക്കെ കണ്ടു കഴിഞ്ഞതോടെ ആഹാരം കഴിക്കാനിരുന്നു. സുനിത തൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ ചേച്ചിയെ നിർബന്ധിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. സുനിതയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ എണീറ്റ് ശ്യാംസുന്ദരിൻ്റെ അരികിൽ ചെന്ന് അവൻ്റെ കൈക്ക് പിടിച്ചു. ഇവിടെ നിൽക്കുവാണോ ശ്യാമേട്ടൻ, വാ ഇങ്ങോട്ട്. അവിടെയാണെങ്കിൽ ആഹാരം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു നിരാഹാരം ഇരിക്കുക. അവൾ അവനെ പിടിച്ചു വലിച്ച് ശ്രീലേഖ ഇരുന്ന ഇടത്ത് എത്തിച്ചു. അതിനുശേഷം കുറച്ചപ്പുറത്ത് ഒഴിഞ്ഞുകിടന്ന ഒരു കസേരയെടുത്ത് ശ്രീലേഖ ഇരിക്കുന്നതിൻ്റെ അരികിലിട്ടു. പിന്നെ ശ്യാമിനോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ശ്യാം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്ന വിനുവിനെ വിളിച്ച് അവർക്ക് കൂടി പ്ലേറ്റ് വയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവൻ രണ്ടുപേർക്ക് മുമ്പിലും പ്ലേറ്റ് വെച്ച ശേഷം അമ്മയെ വിളിച്ചു. തങ്കമണി ഓടി അവിടേക്ക് വന്നു. എന്നാടാ മോനെ, അവർ ചോദിച്ചു. അമ്മ ഇതൊന്ന് നോക്കിയേ. അവൻ ശ്രീലേഖയ്ക്കരിയിൽ ഇരിക്കുന്ന ശ്യാംസുന്ദരിന് നേർക്ക് വിരൽ ചൂണ്ടി. ദേ, ലോകാത്ഭുതങ്ങളിൽ ഒന്ന്, അമ്മ എന്തോരം വിളിച്ചാലും പുറകെ നടന്നാലുമാ ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഇതാ കണ്ടോ, ഇന്ന് പൂച്ചയെ പോലെ വന്നിരുന്ന് ആഹാരം കഴിക്കുന്ന നോക്കിയേ. ഇതുപോലെ അനുസരണയുള്ള ഒരു മോനെ ഇവിടെ കാണാൻ പറ്റും അല്ലേ അമ്മേ? നീ പോടാ ഇവിടുന്ന്. അവനൊരു കളിയാക്കൽക്കാരൻ വന്നിരിക്കുന്നു. തങ്കമണി ശ്രീലേഖയ്ക്ക് പിന്നിൽ വന്ന് നിന്ന് അവളുടെ ഇരുതോളത്തും മെല്ലെ കൈകൾ വെച്ചു. നിനക്ക് അതിപ്പോൾ മനസ്സിലാകില്ല. നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അന്ന് മനസ്സിലാക്കിക്കോളാം നിനക്കത്. അതൊക്കെ ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കുമടാ, കേട്ടോ. തങ്കമണി പറയുന്നത് കേട്ട് അവിടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നവർ എല്ലാം ചിരിച്ചു. 9 മണിയായപ്പോഴേക്കും വന്നവരെല്ലാം മടങ്ങിപ്പോയി. അവരെയെല്ലാം യാത്രയാക്കിയ ശേഷം ശ്രീലേഖയുടെ കയ്യും പിടിച്ച് ശ്യാംസുന്ദർ മടങ്ങി വരുന്നത് കണ്ടതോടെ തങ്കമണിക്ക് മനസ്സിലായി താൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ശ്യാമേട്ടൻ തന്നെ ആണോ അമ്മേ ആ കയറിപ്പോയത്? എനിക്കെന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പോകുന്നത് നോക്കി നിന്ന ഗീതു പറഞ്ഞു. നീ വിശ്വസിക്കണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധവുമില്ല. നീ മുകുന്ദനെയും കൂട്ടി പോകുന്നെങ്കിൽ പോകാൻ നോക്ക്, അല്ലെങ്കിൽ പോയി കിടക്കാൻ നോക്ക്. എനിക്കൊന്ന് നടുനിവർത്തണം. വെളുപ്പിന് എണീറ്റ് ഇതുവരെ ഒരു ഇടത്തിരുന്നതല്ല. തങ്കമണി തൻ്റെ റൂമിലേക്ക് പോന്നു. എല്ലാം ഒന്ന് ഒതുക്കിപ്പെറുക്കി വയ്ക്കുന്ന പുറത്ത് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗീതവും ഭർത്താവും വീട്ടിലേക്ക് പോയത്. തുടരും കഥയുടെ അടുത്ത ഭാഗം.